അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധ മുഹറം മാസം മുസ്ലിം ലോകം വളരെ ആദരവോടെ കാണുന്ന ഹിജ്റ വർഷ ആരംഭം കൂടിയായ മുഹറം, അതിൽ ആശൂറാ ദിനം വിശുദ്ധ ദീനിൽ വളരെ ഗൗരവത്തോടെ കാണുകയും ആശൂറാ മുഹറം 10 ദിനം വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്ത ദിവസമാണ് മുഹറം 10. ധാരാളം പ്രവാചകന്മാർക്ക് വലിയ വിജയം ലഭിച്ച മാസം അതിൽ മുഹറം 10-നാണ്. വിശിഷ്യ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ വിജയം, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. അതിന് പുറമെ ചില ദുഃഖങ്ങൾ, ചില പ്രയാസങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ടായി ഈ മുഹറം 10-ന്. അതിൽ പ്രധാനമാണല്ലോ അഷ്റഫുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹീദായതും അവിടുത്തെ കൂടെയുള്ളവർ ഷഹീദായതും ഈ മുഹറം 10-നാണല്ലോ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായി ഈ മുഹറം 10. ലക്ഷദ്വീപ് സമൂഹം എന്നെല്ലാം അയൽ രാജ്യമായ കേരളവും മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ അറിയപ്പെട്ട, ആദരവോടെ കാണുന്ന ആത്മീയ നേതൃത്വം മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം മൂസൽ ഖാദിരി വർ-റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, ദ്വീപുകളിലൊക്കെ വലിയ ഷേഖ് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാസിം വലിയുല്ലാഹി തങ്ങൾ, അവരുടെ വഫാത്ത് നടന്നതും ഈ മുഹറം 10-നാണ്. മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദ് ഗൗസുൽ ആളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ സന്താന പരമ്പരയിലെ 14-ാമത്തെ പേരക്കുട്ടിയാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സയ്യിദ് മൂസൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് ഫതഹുല്ലാഹിൽ ബഗ്ദാദിയിൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മുഹ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മഷ്ഹൂർ മുഹ്യിദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് അലിയിൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് യഹ്യ സാഹിദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് അഹ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് അബി സ്വാലിഹുൻ നസ്റുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുർ റസാഖുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവാണ് സുൽത്താനുൽ ഔലിയ വൽ ഉറഫാഇ ഖുതുബുൽ അഖ്താബ് റഈസുൽ മഹ്ബൂബീൻ സയ്യിദ് ഗൗസുൽ ആളം മുഹ്യിദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു. താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ 14-ാമത്തെ ഉപ്പയാണ് മഹാനായ ഗൗസുൽ ആളം റളിയല്ലാഹു അൻഹു. മഹാനായ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു കവരത്തി ഹുജ്റ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവർ ദ്വീപുകളിലേക്ക് എത്തിയതും ഇന്ത്യയിലേക്ക് ആ കുടുംബം എത്തിയതും
മഹാനായ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാമഹൻ മഹാനായ സയ്യിദ് ഫതഹുല്ലാഹ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഏകദേശം ഹിജറ 988 കാലങ്ങളിൽ ബഗ്ദാദിൽ നിന്നിട്ട് മഹാനവറുകൾ തൻ്റെ മുരീദന്മാരുമായി ഓടത്തിൽ ഇന്ത്യയിലെ കർണാടക സ്റ്റേറ്റിലെ അങ്കോല പ്രദേശത്ത് വരികയും അവിടെ അവർ സ്ഥിരതാമസമാക്കുകയും കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ വിശുദ്ധ ദീനിൻ്റെ ദഅവത്ത് നടത്തുകയും ആ ഭാഗത്തൊക്കെ ദീനിൻ്റെ ആത്മീയതക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ആ മഹാനവറുകളുടെ ജീവിതം പിന്നെ ശിഷ്ടകാലം ഇന്ത്യയിലെ ആ ഭാഗത്ത് കർണാടക സ്റ്റേറ്റിലെ അങ്കോല പ്രദേശത്താവുകയും കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനീ ദഅവത്ത് നടത്തുകയും ചെയ്തു. മഹാനവറുകൾക്ക് 4 പ്രധാന അമ്മക്കൾ ഉണ്ടായി. സയ്യിദ് അബ്ദുർ റസാഖുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹീദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, സയ്യിദ് മൂസൽ ഖാദിരി റളിയല്ലാഹു അൻഹു. ഇതിൽ മഹാനായ സയ്യിദ് മൂസൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. സയ്യിദ് മൂസൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന് ധാരാളം കാലങ്ങൾ മക്കളില്ലാതെ പ്രയാസപ്പെടുകയും പിന്നീട് അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് നിരന്തര പ്രാർത്ഥന മഹാനവറുടെ ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് മഹാനവറുകൾ അവിടുന്ന് മഹാനായ ഹളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ സാധിക്കുകയും ഹളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 ഗോതമ്പ് മണി കൊടുത്തു. ഒന്ന് മൂസൽ ഖാദിരിയോട് പറഞ്ഞു നിങ്ങൾ കഴിക്കാൻ, മറ്റത് നിങ്ങളുടെ ഭാര്യ കഴിക്കാൻ. അങ്ങനെ 2 പേരും അത് നാട്ടിൽ വന്ന ശേഷം മൂസൽ ഖാദിർ തങ്ങൾ നാട്ടിൽ വന്ന ശേഷം 2 പേരത് കഴിച്ചു. അതിലുണ്ടായ ഒരു ആൺകുഞ്ഞാണ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തൻ്റെ പിതാവ് കാലങ്ങളോളം ഉണ്ടായിട്ടില്ല, കുറേ കാലങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളവർ വഫാത്തായി. അതുവരെ പിതാവിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ സംരക്ഷണമൊക്കെ ഉണ്ടായി. ഏകദേശം ഒരു 17 വയസ്സ് വരെ അങ്കോലയിലെ കർണാടക സ്റ്റേറ്റിലെ അങ്കോലയിൽ തന്നെയാണ് താമസിച്ചത്. 17 വയസ്സിന് ശേഷം മഹാനവറുകൾ അതുവരെ ആത്മീയമായി പവറുണ്ടായി, ഇൽമ പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഫിഖ്ഹ് പഠിച്ചു, തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു, പല വിജ്ഞാനവും നേടി. അങ്ങനെ മഹാനവറുകൾ 17-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് മഹാനവർ സ്വന്തം നാട് വിട്ടുകൊണ്ട് യാത്ര തുടങ്ങുന്നത്, സുഹുദ് പോകുന്നത്. ധാരാളം വർഷങ്ങൾ, ധാരാളം കാലങ്ങൾ മഹാനവറുകൾ അറേബ്യയിലും പല രാജ്യങ്ങളിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച്, മക്ക, മദീന, അങ്ങനെ അവിടെയൊക്കെ സഞ്ചരിച്ച് മഹാനവറുടെ ഈ യാത്രകൾ വർഷങ്ങളോളം നീണ്ട യാത്ര മഹാനവറുകൾക്ക് ആത്മീയ ഗുരുവായി മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലെ പെട്ട സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി റളിയല്ലാഹു അൻഹുവുമായി കൂടുകയും അവരുമായി കണ്ടുമുട്ടുകയും അവരുടെ കൂടെ ധാരാളം കാലങ്ങൾ, വർഷങ്ങളോളം അവരുടെ ഖിദ്മയിൽ, അവിടുത്തെ തെർബിയത്തിൽ, തസ്കിയത്തിൽ കഴിച്ചുകൂട്ടി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബാദത്തിലും അവിടുത്തെ ഷെയ്ഖിൻ്റെ നിർദ്ദേശവും കാലങ്ങളോളം കഴിച്ചുകൂട്ടി. ഒരു ദിവസം മഹാനായ ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ ആത്മീയതയുടെ ആ പ്രവേശനത്തിന് ശേഷം ലഭിച്ച ഉന്നതി തൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖ് ഗുരുനാഥൻ പോലും മനസ്സിലാക്കുന്ന ഒരവസ്ഥ. ഖാസിം വലിയുല്ലാഹി തങ്ങൾ ഇങ്ങനെ മഹാനവറുകൾ നടന്നു പോകുന്നു, മലമൂത്ര വിസർജന ആവശ്യാർത്ഥം വഴിയിലൂടെ നടന്നു പോകും. ആ പോകുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി തൻ്റെ താമസിക്കുന്ന പുരയുടെ മുകളിൽ നിന്ന് കാണുകയാണ്. അവിടെ കണ്ട രംഗം, ഖാസിം വലിയുല്ലാഹി തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മരം മഹാനവറുകൾക്ക് തണലേകിക്കൊണ്ട് കൂടെ നടക്കുകയാണ്. നല്ല വെയിലുള്ള സമയമാണ്, തണലേക്ക് മരം നടക്കുന്നു. ഈ രംഗം കണ്ടു മഹാനായ ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ഷെയ്ഖ് ഗുരുനാഥൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നന്നായി പരിശ്രമിച്ച്, നന്നായി എല്ലാ വിധത്തിൽ ഇയാളൊക്കെ വീട്ടി നല്ലോണം അധ്വാനിച്ച് ഉന്നത സ്ഥാനത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പോകാൻ ഞാൻ സമ്മതം തരുന്നു. നിങ്ങൾ ആ നിലയിൽ പവർഫുള്ളായിപ്പോയി,
ആ സമയത്ത് മഹാനായ താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു ഷെയ്ഖായ ഗുരുനാഥനായ ഉസ്താദിനോട് മഹാനവറ സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു വാക്ക്, ഞാൻ പോകും, പക്ഷേ എനിക്ക് ആത്മീയമായി ജനങ്ങളെ തസ്കിയത്ത് ചെയ്യാൻ അവിടുന്ന് അധികാരം നൽകണം. ഖാദിരിയത്തിൻ്റെ, റിഫായിയത്തിൻ്റെ, മറ്റ് സുഹറവർദീയത്തിൻ്റെ, ജിസിയത്തിൻ്റെ ഒക്കെ അധികാരങ്ങൾ അങ്ങയുടെ ഭാഗത്ത് എനിക്ക് വേണം. അത് തന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാം എന്ന് അങ്ങനെ മഹാനവറുകൾ അതിന് സമ്മതം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു റിഫായി ശൈഖിൻ്റെ മഹ്തുക്കളൊക്കെ അവരുടെ അടുക്കൽ വന്ന് സയ്യിദ് മുഹമ്മദ് ആരിഫ് ബില്ലാഹി തങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് നിങ്ങൾക്ക് ആത്മീയമായി അവർക്ക് നേതൃത്വം കൊടുക്കാൻ, ജനങ്ങൾക്ക് തസ്കിയത്ത് തെർബിയത്തൊക്കെ നടത്താനുള്ള അധികാരം നിങ്ങൾ കൊടുത്തോ എന്ന് സമ്മതം കൊടുത്തു. അങ്ങനെയാണ് മഹാനവറുകൾ അവിടുന്ന് സയ്യിദ് മുഹമ്മദ് ആരിഫ് ബില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ധാരാളം കാലം ജീവിച്ചതിന് ശേഷം മഹാനവറുകൾ പിന്നീട് ജിദ്ദ വഴി അങ്ങനെ കണ്ണൂരിലാണ് മഹാനവറുകൾ എത്തുന്നത്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മഹാന്മാരെ എവിടെയാണ് അവരെ നിയോഗം, അവരുടെ ആത്മീയ പ്രഭ തെളിയിക്കാനും ജനങ്ങളെ തസ്കിയത്ത് നടത്താനൊക്കെ ഓരോ ആളുകളെയും അള്ളാഹു ഓരോ സ്ഥലത്ത് നിയമിക്കുകയാണല്ലോ. അപ്പോൾ മഹാനവറിലൂടെ എത്തണം, അതിൻ്റെ ഒരു നിമിത്തമെന്ന നിലക്ക് ഈ യാത്രകൾക്കിടയിൽ അങ്ങനെ ജിദ്ദ വഴി കണ്ണൂരിലാണ് എത്തുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കണ്ണൂരിൽ അവർ വരികയും അന്ന് ലക്ഷദ്വീപുകൾ ഭരിച്ചിരിക്കുന്നത് ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അലി രാജാവ് ആയിരുന്നു. അറക്കൽ അലി രാജാവ്, അറക്കൽ കുടുംബം, അന്ന് അലി രാജാവായിരുന്നു ഭരണം നടത്തിയത്. അങ്ങനെ ഖാസിം വലിയുള്ളാഹി തങ്ങളെ അവരുടെ കറാമത്ത്, അവരുടെ വ്യക്തിത്വം മനസ്സിലാകുന്ന പല കാരണങ്ങളും ഉണ്ടായി. അങ്ങനെ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി തങ്ങൾ ആരാണ് എന്ന് മഹാനായ അലി രാജാവിന് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ അലി രാജാവ് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവരുടെ അറക്കൽ അവിടുത്തെ ആ പ്രത്യേക വീട്ടിൽ താമസിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്തു. അവർ കിടന്ന കട്ടിലും അവരുപയോഗിച്ചതൊക്കെ ഇന്നും അവിടെ അറക്കൽ അവിടുത്തെ അവിടെ പഴയ കാലത്ത് സൂക്ഷിക്കുന്ന അവിടുത്തെ വീടുകളിൽ ഇന്നും അതിൻ്റെ ആ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് മഹാനായ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു അത് ആ കണ്ണൂരിൽ നിന്നിട്ടാണ് പിന്നെ ദ്വീപിലേക്ക് എത്തുന്നത്. അവിടുത്തെ പൂർണ്ണ ചരിത്രം ഇപ്പോൾ ഇവിടെ ഞാൻ പരാമർശിക്കുന്നില്ല. അവിടുത്തെ വഫാത്ത് എന്ന നിലക്ക് ചെറിയ അനുസ്മരണം, ചെറിയ നിലക്ക് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ നടത്തിയത്. അങ്ങനെ ദ്വീപുകളിൽ അവർ വന്നു, ഒരുപാട് ദ്വീപുകളിൽ പോയി. വൈവാഹിക ജീവിതം നടത്തുന്നത് ആന്ത്രോത്ത് ദ്വീപിൽ നിന്നാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് കുടുംബ സമേതം താമസം കവരത്തിക്ക് മാറ്റുകയും ഇന്ന് കവരത്തിയിലും അല്ലെങ്കിൽ ആന്ത്രോത്തിലും മറ്റു ദ്വീപുകളിലും കേരളത്തിൽ തന്നെ മഹാനായ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര, ആ മക്കൾ പരമ്പര ധാരാളം ഉണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ധാരാളം ദീനീ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദ്വീപുകളിലൊക്കെ ദ്വീപിൽ ആത്മീയമായ നേതൃത്വവും അവരുടെ ദഅവത്തൊക്കെ നടത്താൻ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ശേഷം അവരുടെ സന്താന പരമ്പരയിൽ ധാരാളം ആ മാർഗം സ്വീകരിച്ച വലിയ മഹത്തുക്കൾ വരികയും അവരുടെയൊക്കെ മഖ്ബറകളും അവരുടെയൊക്കെ ചരിത്രങ്ങളും ഇന്ന് ദ്വീപുകളിൽ അറിയപ്പെട്ട് കിടക്കുന്നു. കവരത്തിയിൽ തന്നെ അധിക മഖ്ബറയും മഹാനായ താജുൽ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽപ്പെട്ടവരാണ്, സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ആ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ മഹാനായ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായി പറയുന്നത് കാക്കയില്ലെന്നതാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, മഹാനവറുകൾ ഉളു ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തലപ്പാ വഴിച്ച് വെച്ച് ഉളു ഉണ്ടാക്കുമ്പോൾ അതിൽ കാക്ക കാഷ്ടിച്ചു. മഹാനവറുകൾ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു, കാക്ക വേണ്ട. ആ മഹാന്മാരുടെ വാക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ നടപ്പിലാക്കുമല്ലോ. അവർക്ക് അള്ളാഹു ആ പവർ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ കാക്ക ഇല്ലാതായി. ഞാൻ മനസ്സിലാക്കേണ്ടത് മഹാനവറുകൾ എന്തുകൊണ്ട് പെട്ടെന്ന് കാക്ക കാഷ്ടിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത്. മഹാനവറുകൾ അവിടെ ഉളു ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്. ഉളു ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത, എല്ലാറ്റിനും ഒരു കൃത്യനിഷ്ഠിത, അതുപോലെ എല്ലാറ്റിനും കൃത്യമായി എല്ലാം ടൈം ടേബിളായി ചെയ്യുന്നവർ, സമയത്ത് നിസ്കരിക്കുക, സമയത്ത് ഖുർആൻ ഓതുക, സമയത്ത് ഇബാദത്ത് ചെയ്യുക, ഇതൊക്കെ മഹാന്മാരുടെ ഒരു രീതിയും കൂടിയാണ്.
താജുൽ അതിൽ വളരെ കർശന നിലപാട് സ്വീകരിച്ചവരാണ്. ആ നിലക്ക് ആ ഒളു ഉണ്ടാക്കാനിരിക്കുന്നത് കാക്ക കാഷ്ടിച്ചപ്പോൾ മഹാനവറുകൾക്ക് വിഷമം വന്നു. കാരണം അത് കഴുകാനും മറ്റു കാര്യങ്ങൾക്കും സമയം മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കേണ്ടി വരുമല്ലോ. അത് ആ വിഷമത്തിൻ്റെ വിഷമം കാരണമാണ് മഹാനവർ പറഞ്ഞത് കാക്ക വേണ്ട. ആ വാക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുകയും കവരത്തിയിൽ കാക്ക അത് അന്നത്തോടുകൂടി ഇല്ലാതായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്നതുപോലെ ധാരാളം കറാമത്തുകളുണ്ട്, ധാരാളം കാര്യങ്ങൾ മഹാനവറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പുകയില അത് മഹാനായ ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ വളരെ കർശന നിരോധിച്ചതാണ്. അതുപോലെ അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥലങ്ങൾ, അതിൻ്റെ പ്രധാന കാരണം മഹാനവറുകൾ സുഹുദിലാകുന്ന കാലത്ത് ഭക്ഷണങ്ങളും മറ്റ് സാധനമൊന്നും കഴിക്കാറില്ല. പച്ചിലകൾ മറ്റും കഴിച്ച് ജീവിക്കുന്ന സമയത്ത് അറിയാതെ പുകയില കഴിച്ചു. അന്ന് കുറച്ചുറങ്ങി. അസുർ നിസ്കാര സമയം ടൈമിൽ നിസ്കരിക്കുന്ന മഹാനവർക്ക് അല്പം പിന്തി, ഖളായിട്ടില്ല. ഖളാന് മുമ്പ് വേഗം നിസ്കരിച്ചു. പക്ഷേ മഹാനവരെ വേദനിപ്പിച്ചത് തൻ്റെ നിസ്കാരത്തിന് അല്പം താമസം വരുത്തിയത് എന്താ കാരണം? പരിശോധനയ്ക്ക് വിധേയമായി, പഠനത്തിന് വിധേയമായി. അപ്പോൾ പച്ചിലകൾ കഴിക്കുന്നതിനിടയിൽ പുകയില കഴിച്ചുപോയി എന്നതാണ്. ഉടനെ മഹാനവറുകൾക്ക് അതിനോട് വലിയ വെറുപ്പുണ്ടാവുകയും അദ്ദേഹം അത് ജനങ്ങളോട് ദഅവത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഉണർത്തുകയും മുരീദന്മാരോട് പ്രത്യേകം ഉണർത്തുകയും ഒരു കാരണവശാലും പുകയില ഞാനുമായി ബന്ധപ്പെട്ട മുരീദന്മാരോ തൻ്റെ സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കുന്ന പ്രത്യേക കർശന നിരോധിച്ചുകൊണ്ട് നിർദ്ദേശം നൽകി മഹാനായ താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു തുടങ്ങി ധാരാളം കാര്യങ്ങൾ. ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് മഹാനവറുകൾക്ക് അവിടെ നിസ്കാരം ടൈമിൽ അങ്ങോട്ട് നടക്കണമെന്ന ആ ബോധമുണ്ടല്ലോ, ആ ബോധം, ആ ഒരു തീരുമാനം, ആ ഒരു കർക്കശ നിലപാട് അതിന് തടസ്സമായതാണ് പുകയില. എന്നേക്കുമായി മഹാനവറുകൾ അതിനെ വലിച്ചെറിയാൻ നമ്മളോട് കൽപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ധാരാളം മഹാനായ താജുൽ ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തും അവിടുത്തെ ജീവിതവും നാം പഠിച്ച് മനസ്സിലാക്കി വെക്കുമ്പോൾ വലിയ മാതൃക ജീവിതമാണ് മഹാനവറുകൾ നയിച്ചത്. ഔലിയാക്കൾ അവരുടെ അള്ളാഹു കൊടുത്ത ഒരുപാട് അധികാരങ്ങളും കഴിവുകളുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ. അപ്പം എന്തായാലും ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് നടന്നത് മുഹറം 10 ഹിജറ 1140 മുഹറം 10 ളുഹാ നിസ്കാരം കഴിഞ്ഞ ഒരു സമയത്ത് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അവരുമായി ബന്ധപ്പെട്ട ദീനീ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാനും അവർ നമുക്ക് ഒരുപാട് ആത്മീയത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റിഫാഇയ്യ റാത്തീബ്. മഹാനായ റിഫായി ഷേഖ് റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഷഅബാൻ റളിയല്ലാഹു അൻഹു വഴിയാണ് റിഫായി റാത്തീബ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അതിന്ന് ദ്വീപുകളിലെ ഹുജറകളിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ അബ്ദുൽ ഖാദിർ കൽപ്പേനി കഴിഞ്ഞവരുടെ ഒക്കെ ശ്രമപ്രകാരം റളിയല്ലാഹു അൻഹു മഹാനവരുടെയൊക്കെ പരിശ്രമപ്രകാരം കേരളത്തിലും പലയിടങ്ങളിലും ഇന്ന് റിഫാഇയ്യ റാത്തീബ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി തങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കോഴിക്കോടും മുഖ്താറിലും അതുപോലെ ലിത്തൂരിലും തലശ്ശേരിയിലും അങ്ങനെ പല ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന മഹാന്മാർ നമുക്ക് നൽകിയതും അവർ നമ്മുടെ കൈമാറി തന്നതുമായ ആത്മീയ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ പൂർണ്ണ മദദ് നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.